നരകത്തിലേക്ക് വിസ കൊടുക്കുന്ന ഗുണ്ടാസ്തോലൻ. പ്രിയമുള്ളവരെ, സീസപിടുത്തവും ഗുണ്ടാപ്പിരിവുമായൊക്കെ നടന്നിരുന്ന ഒരാൾ പ്രവാചകനാണ്, പ്രോഫറ്റാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മധ്യ തിരുവിതാംകൂർ ദേശത്ത് തട്ടിപ്പ് പരിപാടികൾ നടത്തുന്നതിനെക്കുറിച്ച് ഞങ്ങൾ നിരവധി വാർത്തകൾ കൊടുത്തിരുന്നു. ഇയാൾ പ്രവാചകനാണ് എന്നും പറഞ്ഞ് പാവപ്പെട്ട വിശ്വാസികളെ പറ്റിച്ച് സുഖമായി ജീവിച്ചു വരികയായിരുന്നു. ഇയാൾ നടത്തിയ പ്രവാചനങ്ങളെല്ലാം എട്ടുനിലയിൽ പൊളിയുകയും ഇവനൊരു കള്ളനാണ് എന്ന് ഞങ്ങൾ നിരവധി എപ്പിസോഡുകളിലൂടെ പറയുകയും ചെയ്തതോടെ ഇവൻ്റെ കച്ചവടം പൊളിയുകയും കഴിഞ്ഞ കുറേ കാലമായി ഇയാൾ ഷെഡിൽ കയറി ഇരിക്കുകയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായി വീണ്ടും ഈ ഗുണ്ടാസ്തോലൻ പ്രവചനവുമായി ഇറങ്ങിയിട്ടുണ്ട്. ഇയാളുടെ ഇരകൾ എന്ന് പറയുന്നത് സാധുക്കളായ വീട്ടമ്മമാരും അതുപോലെ വിദേശത്ത് ജോലി കാത്തിരിക്കുന്ന അഭ്യസ്തവിദ്യരായ ആളുകളും രോഗികളും ഒക്കെയാണ് ഇയാളുടെ ഇരകൾ. ഇയാളിൽ നിന്ന് വലിയ പ്രവചനമൊക്കെ പ്രവചിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയാളുടെ പൈശാചിക കേന്ദ്രത്തിലേക്ക് എത്തുന്ന ആളുകളുടെ വിശദ വിവരങ്ങൾ ഇയാളുടെ സിൽബന്ധികളെ വെച്ച് ആദ്യമേ എടുക്കും. ഒരു ഫോമിൽ ഇവരുടെ പേര്, അഡ്രസ്സ്, രോഗം എന്തെങ്കിലും ഉണ്ടോ, വിദ്യാഭ്യാസം, എന്താണ് ആഗ്രഹം, പ്രാർത്ഥനാ വിഷയം, ഇങ്ങനെയൊക്കെയുള്ള ആ വിവരങ്ങളും പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. എന്നിട്ട് ഈ ഗുണ്ടാസ്തോലിന് അവർ ഫീഡ് ചെയ്യും. അവരുടെ മൊബൈലിലൂടെ അയച്ചു കൊടുക്കും. സർ, ആ ചുവന്ന ഷർട്ട് ഇട്ടിരിക്കുന്നയാൾ, അയാളുടെ പേര് ഇന്നതാണ്, അയാൾക്ക് ഇന്ന പ്രശ്നമുണ്ട്, അയാളുടെ ആഗ്രഹം ഇതാണ്, അയാളുടെ വീടിൻ്റെ അവസ്ഥ ഇതാണ്. ഇങ്ങനെയൊക്കെ ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരു 5-6 പേരുടെ വിശദാംശങ്ങൾ ഇയാൾക്ക് അയച്ചു കൊടുക്കും. ഈ പരിപാടിക്കിടെ ഇയാൾ ഇത് വായിക്കും, എന്നിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കും. എന്നിട്ട് ദൈവം ഇയാളെ, പരിശുദ്ധാത്മാവ് ഇയാളെ കാണിക്കുന്നതാണ്, പ്രവചനമാണ് എന്നൊക്കെ പറഞ്ഞ് ഇത് വിളിച്ചു പറയും. അതിന് ഒരു പ്രത്യേക മ്യൂസിക്കൊക്കെ ഇട്ട് ആളുകളെ ഒരു പ്രത്യേക മൂഡിലാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള നാടകം ഇയാൾ നടത്തുന്നത്. അപ്പോൾ ആളുകൾ ഒരുമാതിരി ഹിസ്റ്റീരിയ ബാധിച്ചതുപോലെ തുള്ളിച്ചാടി തങ്ങൾ ആഗ്രഹിക്കുന്ന തങ്ങളുടെ കാര്യങ്ങൾ ഇതാ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ഒരാൾ പറയുന്നു എന്ന് കേൾക്കുമ്പോൾ ഇവർ തുള്ളിച്ചാടി മതിമറന്ന് ഭയങ്കരമായിട്ട് അങ്ങ് വിശ്വസിച്ചു പോകും. ഈ പറയുന്നവരിൽ ചിലപ്പോൾ 10-ൽ 2 പേർക്ക് ഇത് സാധിക്കും. അത് ഇയാളുടെ കഴിവ് കൊണ്ടല്ല, അവരെടുത്ത എഫേർട്ട് കൊണ്ടും അവരുടെ കഴിവ് കൊണ്ടുമാണെന്നും ഇവർ തിരിച്ചറിയുന്നില്ല. അങ്ങനെ അതിന് വലിയ പ്രപകണ്ഡ കൊടുക്കുന്നു. അപ്രകാരം 100 കണക്കിന് പാവങ്ങളാണ് ഇയാളുടെ പിടിയിൽ വീണിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇയാളുടെ പൈശാചിക കേന്ദ്രത്തിൽ നടത്തിയ ഒരു പ്രവചനം പ്രിയമുള്ളവർ കാണുക. ഇവൻ്റെ ആ കോൺഫിഡൻസും 10ാം ക്ലാസ്സും കുസ്തിയുമുള്ള ഇവൻ്റെ ആ കോൺഫിഡൻസും നിന്നുള്ള ആ പറച്ചിലുമൊക്കെ കാണുക. തമാശ അതല്ല. സകല രോഗരാജ്യങ്ങളിലേക്കും വിസ കൊടുക്കുന്ന, സകല രോഗവും വ്യാധിയും പ്രവചിക്കുന്ന, മാറ്റുന്ന ഇവന് പോകാൻ നേരം ഈ മൊണ്ണവിശ്വാസികൾ ഇവരുടെ കയ്യിലുള്ള ചില്ലിത്തുട്ടുകൾ ആവശ്യമായി വേണം. ഇവൻ്റെ വീട്ടുചെലവ് നടക്കണമെങ്കിൽ, വീടിൻ്റെ വാടക കൊടുക്കണമെങ്കിൽ, പെട്രോൾ അടിക്കണമെങ്കിൽ ഈ ഇരിക്കുന്ന പാവപ്പെട്ട വിശ്വാസികൾ കൊടുക്കുന്ന ചില്ലിക്കാശ് വേണം ഇവൻ്റെ കാര്യത്തിന്. ഇവൻ്റെ ആ പ്രവചനസിദ്ധിയും ദൈവാനുഗ്രഹവും ഒന്നും അവിടെ ഉണ്ടാകില്ല. ഇവന് ജീവിക്കണമെങ്കിൽ, വട്ടച്ചെലവിന് കാശ് വേണമെങ്കിൽ ഈ ഇരിക്കുന്ന പാവങ്ങൾ കൊടുക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ്. ഇതുപോലുള്ള സാത്താന്മാരുടെ മുന്നിൽ പോയി ഇവൻ തരുന്നത് വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിസയല്ല, ഇവൻ എംബസി അല്ല, ഇവൻ നിങ്ങൾക്ക് നൽകുന്ന വിസ നിത്യ നരകത്തിലേക്കുള്ള വിസയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി കഴിഞ്ഞ ദിവസം ഈ പൈശാചികൻ നടത്തിയ ഒരു പ്രവചനവും ഇവൻ്റെ ആ നാടകവും ഒന്ന് കണ്ട ശേഷം തിരികെ വരാം. ദൂരേന്നാണല്ലോ വരുന്നത്, ഒരുപാട് ദൂരേന്നാണല്ലോ. എവിടുന്നാ വരുന്നത്? പാലക്കാട്. കൊള്ളാം. 3 ദിവസം കൊണ്ട് ഒരു മറുപടി ദൈവം അയച്ചു. ഒരു വിഷയത്തിന്റെ മേൽ പ്രാർത്ഥനയിലായിരിക്കുകയാണ്. ആ വിഷയത്തിന്റെ മേൽ വേഗത്തിൽ മറുപടി ദൈവം അയക്കാൻ പോകുന്ന വന്നത് വെറുതെ ആകത്തില്ല. ഇനി അങ്ങോട്ട് മറുപടികളുടെ ദിവസമായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ. ചോദ്യ ചിഹ്നങ്ങളിലല്ല ജീവിക്കേണ്ടത്, മറുപടികളിലാണ് ജീവിക്കേണ്ടത്. ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിങ്ങളുടെ മേൽ ഒരു പ്രൊഫറ്റിക് അനോയിന്റിങ് അത് വീഴാൻ പോകുന്ന പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഒരു പ്രവാചകിയുടെ റോളിലേക്ക് ദൈവം നിങ്ങളെ എടുത്തെറിയുന്ന ഒരു ഘട്ടത്തിലേക്ക്. ഹല്ലേലൂയ. എനിക്കിപ്പോഴെല്ലാം നിങ്ങളെ ഒരു പ്രവാചകിയുടെ റോളാണല്ലോ കാണിക്കുന്നത്.
എന്നെ അങ്ങനെ കർത്താവ് കാണിക്കുക ഭയങ്കരമായിട്ട്. നിങ്ങളൊരു പ്രവാചകിയാ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നടക്കാൻ പോകുന്ന ആ കൂട്ടത്തിൽ നിന്ന് വന്നാണോ ഇത്? ആണോ? എഴുന്നേറ്റ്. വേറെ ആരാ കൂട്ടത്തിൽ നിന്ന് വന്ന? അതേ കൂട്ടത്തിൽ നിന്ന് വന്നാണോ? എഴുന്നേറ്റോ. ആ കൂട്ടത്തിൽ നിന്ന്. മോനെ നിന്റെ പാസ്പോർട്ട് എന്തിയേ? പാസ്പോർട്ട് എന്തിയേ? എന്തിയേ? ഏടാ ഇവിടെ വരുമ്പോ പാസ്പോർട്ട് കൊണ്ടുവരണ്ടേ? ഇതല്ലേ എംബസി. കർത്താവ് എന്നോട് പറയുന്നു, നിന്റെ കാനഡയുമായി ബന്ധപ്പെട്ട ദൈവം ഒരു വാതിൽ യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ വാതിൽ തുറക്കാൻ പോവാ ഇവന്റെ പേര് കേട്ടോ. എന്താ പേര്? ബിജിൽ. ഓക്കെ, വിജിൽ. വിജിൽ. നിനക്കൊരു കർത്താവ് എന്നോട് പറയുന്നു, സാധ്യത നോക്കിയാൽ ഒരു സാധ്യതയും കാണത്തില്ല. നിനക്ക് രക്ഷപ്പെടാൻ ഒരു സാധ്യതയും കാണത്തില്ല. നീ കണക്കുകൾ നോക്കുന്നൊക്കെയാണ് ഞാൻ കാണുന്നത്. മൊത്തം കണക്കുകളൊക്കെ നോക്കുന്നത് കാണുന്നു. ആണോ? കണക്കപ്പിള്ള വല്ലോ ആണോ? കർത്താവ് എന്നോട് പറയും, ഒരു 6 മാസം കഴിയുമ്പോൾ നിനക്കൊരു വാതിൽ തുറക്കും. ആ വാതിൽ ഒരു കണക്റ്റിംഗ് ആയിരിക്കും, ഒരു ബന്ധമായിരിക്കും. അത് നിസ്സാരവൽക്കരിച്ച് കാണരുത്. അത് നിന്റെ അസാധാരണ യാത്രയ്ക്കുള്ള ബന്ധമായിരിക്കും. അവിടെ കൊണ്ട് അവസാനിക്കത്തില്ല. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ വരും ഇവനിൽ കൂടെ. ഇവനിൽ കൂടെ മുഴുവൻ നിങ്ങൾ പിടിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങളുടെ കരങ്ങളിൽ വരും. ആളുകളെ തുള്ളിക്കാനുള്ള ഇവന്റെ ആ സിദ്ധി കണ്ടല്ലോ. നാക്കു മാത്രമാണ് ഇവന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്നറിയുക. വേറെ ഒരു ഇൻവെസ്റ്റ്മെന്റും ഈ കച്ചവടത്തിന് ആവശ്യമില്ല. സാത്താനെങ്കിൽ സാത്താൻ, ദൈവമെങ്കിൽ ദൈവം, എനിക്കെൻ്റെ കാര്യം നടക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന മുണ്ണക്കുഞ്ഞാടുകൾ ഉള്ളിടത്തോളം കാലം ഇതുപോലെയുള്ള പൈശാചികദാസന്മാരുടെ കച്ചവടം പൊടിപൊടിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം, നിങ്ങൾ നന്നായി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. ഇതുപോലുള്ള പൈശാചിക ആലയങ്ങളിൽ പോകാതിരിക്കുക. എൻ്റെ ഭവനം എൻ്റെ ആലയമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. വീട്ടിൽ കുടുംബസമേതം ഇരുന്ന് പ്രാർത്ഥിക്കുക. വീട്ടിലിരുന്ന് സ്തോത്രയാഗം അർപ്പിക്കുക. അതിൽ പരം വേറൊരു യാഗം നിങ്ങൾക്ക് ആവശ്യമില്ല. ഇതുപോലുള്ള പൈശാചികദാസന്മാരുടെ അടുത്ത് പോയാൽ നിങ്ങളുടെ മനസ്സമാധാനം തകരും. നിങ്ങളുടെ ചിലപ്പോൾ കുടുംബജീവിതം തന്നെ തകരും. നിങ്ങളുടെ പണവും മാനവും പോയേക്കാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പൈശാചികദാസന്മാരെ സൂക്ഷിക്കുക. അടുത്ത സീസണായപ്പോൾ അടുത്ത പരിപാടിയുമായി ഇവൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇവനെ ആളുകൾ ശ്രദ്ധിച്ചു വെക്കുക, നോക്കി വെക്കുക. ഇവൻ പൈശാചികദാസനാണെന്ന് തിരിച്ചറിയുക. ഇവനിൽ പെടാതെ സൂക്ഷിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.